നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ഇന്നു മുതൽ സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളുടെയും പ്രവർത്തന സമയം കൂട്ടിയത് വലിയ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നു. പ്രവർത്തന സമയം 2 മണിക്കൂർ കൂട്ടിയതിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷവും ക്രൈസ്തവ സഭകളും വിമർശനവുമായെത്തി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാർ ഉടമകളിൽ നിന്നുള്ള പണപ്പിരിവാണ് മദ്യനയ ഭേദഗതിയുടെ ലക്ഷ്യമെന്നാണ് ആരോപണം. ബാർ സമയമാറ്റം പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്നാണ് എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ തിരിച്ചടി. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള തീരുമാനം ആസൂത്രിതമെന്നാണ് വേഗത്തിലുള്ള ഫയൽ നീക്കം വ്യക്തമാക്കുന്നത്. കാണാം, ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുണേ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഫിറ്റാണോ തീരുമാനം? ഇതുവരെ രാവിലെ 11 മുതൽ രാത്രി 11 വരെയായിരുന്നു ബാറുകളുടെ പ്രവർത്തന സമയം. ഇനി മുതൽ രാവിലെ 10 മണിക്ക് തുറന്ന് രാത്രി 12-ന് അടച്ചാൽ മതി. ബാറുകളുടെ പ്രവർത്തന സമയം 2 മണിക്കൂർ കൂടി. 5 സ്റ്റാർ ബാറുകൾക്ക് വാർഷിക ഫീസായി 5 ലക്ഷം രൂപ അധികം അടച്ചാൽ പുലർച്ചെ 3-ന് അടച്ചാൽ മതി. ഇതിനെതിരെയാണ് ക്രൈസ്തവ സഭകളുടെ വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബാർ ഉടമകളുടെ ദീർഘകാല ആവശ്യം സർക്കാർ അംഗീകരിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. ബാർ മുതലാളിമാർക്കൊപ്പമാണ് സർക്കാരെന്ന് ഓർത്തഡോക്സ് സഭ. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് 2016 അധികാരത്തിലേറുമ്പോൾ മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ട് വരും എന്ന് നമുക്കറിയാം. പല പരസ്യങ്ങളും നൽകി, സിനിമാ നടിമാരെയൊക്കെ ഉപയോഗിച്ച് പരസ്യങ്ങൾ നൽകി അധികാരത്തിൽ കയറി 2026 ആയപ്പോഴത്തേക്ക് 24 അവേഴ്സ് എല്ലായിടത്തും മദ്യം ലഭ്യമാക്കുക എന്ന് പറയുന്നത്, അതിനകത്ത് രാഷ്ട്രീയമല്ല ഈ പറയുന്നത്, കേരളത്തിൻ്റെ ഒരു തലമുറയെ പറ്റിയുള്ള ആശങ്കയാണ് പറയുന്നത്. മിന്നൽ വേഗത്തിലുള്ള നയം മാറ്റം തെരഞ്ഞെടുപ്പ് ഡീൽ എന്ന സംശയമാണ് KCBC ഉയർത്തുന്നത്. തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു. മനുഷ്യനെ ദരിദ്രമാക്കുന്ന ചുറ്റുപാടുകൾ സർക്കാർ കൂടുതൽ വിശാലമാക്കി കൊടുക്കുന്നു. അത് തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു കാര്യമാണ്. മദ്യവർജനത്തിന് വേണ്ടിയിട്ട് സർക്കാരുകൾ നിലനിൽക്കണം. ബാർ സമയമാറ്റത്തിൽ ഭരണ പ്രതിപക്ഷ പോരും ശക്തം. തിരഞ്ഞെടുപ്പ് സമയത്തെ തീരുമാനം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ വിമർശനം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000-ത്തിലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. എല്ലായിടത്തും റീറ്റെയിൽ ഔട്ട്ഷോപ്പാണ്. മദ്യത്തിൻ്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ്, ശക്തമായ നിലപാടാണ്. ബാർ സമയമാറ്റം പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ തിരിച്ചടി. പ്രതിപക്ഷത്തിന് ഇതറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്. മന്ത്രിയുടെ ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇത് ബ്രൂവറിയിൽ എന്താ ചെയ്തത്? ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഫയൽ നീക്ക വിവരങ്ങൾ 24-ന് ലഭിച്ചു. സമയം കൂട്ടാനുള്ള ഉടമകളുടെ ആവശ്യത്തോട് വളരെ വേഗമാണ് സർക്കാർ പ്രതികരിച്ചത്. സെപ്റ്റംബറിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷനാണ് ആവശ്യമുന്നയിച്ചത്. ഒക്ടോബറിൽ ഫയൽ തുറക്കുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 28-ന് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തി അംഗീകാരം നൽകുന്നു. അങ്ങനെ ചട്ടഭേദഗതി അതിവേഗം പ്രാബല്യത്തിലാവുകയായിരുന്നു. അടുത്ത മദ്യനയം ഇറക്കേണ്ടത് പുതിയ സർക്കാരാണെന്നിരിക്കെയാണ് നയത്തിന് മുന്നേ ബാറുകൾക്ക് സർക്കാർ ഇളവ് പ്രഖ്യാപിച്ചത്. എന്നാൽ ഫയൽ നീക്കം വേഗത്തിലല്ല എന്നാണ് മന്ത്രിയുടെ വാദം. ന്യൂസ് ഡെസ്ക് 24. പൊതുജനം കഴുതയല്ല സാർ. ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. പൊതുജനത്തിന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. 11 മണി ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ 12 മണി ആക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ കൂട്ടിയിട്ടുണ്ട്. അത് ആൾക്കാർ ഉപയോഗിക്കുന്നവർ ആ സമയത്ത് വന്ന് ഉപയോഗിക്കും, അല്ലാത്തവർ നേരത്തെ വാങ്ങിയിട്ട് പോകുന്നവർ വാങ്ങിയിട്ട് പോകും. ഇത് നല്ല കാര്യങ്ങളല്ലേ. നമ്മൾ രാത്രി കുറച്ച് മനസ്സൊക്കെ റിലാക്സ് ആക്കാനോ കുറച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ലൊരു ടൈമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഓരോരുത്തർ ഓരോ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് വരുന്ന ഓരോരോ സമയമാണ്. 10 മണി 8 മണി. നല്ലതായിട്ട് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മദ്യപിക്കാത്ത ഒരാളാണ്. എന്തായാലും കൂടിയിട്ട് ഞാൻ രാത്രി വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് മദ്യപിച്ച് വണ്ടിയിൽ ഒരുപാട് യാത്രക്കാർ പോകുന്ന ഞാൻ കാണുന്നുണ്ട്. അത് കുറച്ചും കൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ അതിനും വലിയ ബുദ്ധിമുട്ടാണ്. സർക്കാർ അങ്ങനെ പലതും പറയും. സർക്കാരിന് അവരുടെ കാര്യം മാത്രം നോക്കുന്നുള്ളൂ. ഈ മക്കളെ ചെറുപ്പക്കാരെ കാര്യം ശ്രദ്ധിക്കുന്നില്ലല്ലോ. ചെറുപ്പക്കാർ നേരം വൈകുന്നതിനനുസരിച്ച് വഷളായി പോവുകയാണ്. പഴയ സമയം മതിയല്ലോ. എന്തിനാ അതിൻ്റെ ആവശ്യം? എന്താ ആവശ്യം? നമുക്കില്ലല്ലോ. അത് മോശമാണ്. 12 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടി ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാക്കണല്ലേ. മറ്റേ 11 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ 12 മണിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റും. ഇത് 12 എന്ന് പറയുമ്പോൾ 2 മണി 3 മണിയൊക്കെ ആകും. പിന്നെ ഇന്നത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മോശം തന്നെയാണ്. പാതിരാത്രി ആകുമ്പോൾ ആളുകൾ കുടിച്ച് പാതിരാത്രിക്കല്ലേ വീട്ടിൽ ചെല്ലുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കുടുംബമായിട്ടിരിക്കുകയാണ്.
ഇപ്പം ബാറ് മാത്രമല്ല പ്രശ്നം, ഇവിടെ മറ്റു സാധനങ്ങളും പ്രശ്നമുണ്ട്. അത് ഏത് നേരത്തും കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഇതിനെന്താ പ്രശ്നം? പക്ഷെ ഇതും 12 മണിക്ക് ശേഷം വരുന്നതിനോട് ഞാൻ ഇതൊന്നും ആക്കണില്ല. അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണത് നല്ലതാണ്. എനിക്കതിൽ ഇതില്ല, യോജിപ്പില്ല. എന്തോ അവർ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സർക്കാർ കഴിയാൻ പോകുന്നത്. ബാറും കൂടി അതിൻ്റെ സമയം കൂടി നീട്ടി കൊടുത്താലേ ചില പിള്ളേരൊക്കെ അതിൽ പോയി വെള്ളമടിച്ച് പിന്നെ ബുദ്ധിമുട്ടാവും, പിന്നെ കുറച്ച് അധികം സമയം അവർക്ക് കൊടുക്കൂലേ, അതുകൊണ്ടാണ് അത് മോശമായ കാര്യം ഞാൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.